എല്ലാവർക്കും നമസ്കാരം. ഞാൻ വന്ദന. നിങ്ങളെല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്താ കുറച്ച് പുല്ലുമായിട്ട് വന്നിരിക്കുന്നതെന്ന്. ഇത് വെറും പുല്ലല്ല, ഇതാണ് വീറ്റ് ഗ്രാസ് അല്ലെങ്കിൽ ഗോതമ്പിൻ്റെ തളിരുകൾ. ഈ ഗോതമ്പിൻ്റെ തളിരുകൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഈ വീറ്റ് ഗ്രാസ് വെച്ചിട്ട് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന സൂത്രം എന്താണെന്നറിയോ? നമുക്കിന്നൊരു ജ്യൂസ് ഉണ്ടാക്കാം. അതിനു മുൻപായിട്ട് ഇതിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട് നമുക്കൊന്ന് നോക്കാം. ഈ വീറ്റ് ഗ്രാസിനകത്ത് അയൺ, കാൽഷ്യം, മാഗ്നീഷ്യം, അതുപോലെ പ്രോട്ടീൻസ്, 17 അമിനോ ആസിഡ്സ്, ക്ലോറോഫിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്. വീറ്റ് ഗ്രാസ് നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ എനർജി ലെവൽസൊക്കെ സാധാരണ ഉള്ളതിനേക്കാളും കുറച്ച് ഹൈ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. നമ്മുടെ ബോഡിയിലുള്ള ഇംപ്യൂരിറ്റീസിനെയും അതുപോലെ സ്റ്റോർഡ് ആയിട്ടുള്ള ടോക്സിൻസിനെ എല്ലാം എലിമിനേറ്റ് ചെയ്യാൻ സഹായിക്കും. പ്രധാനമായിട്ടും ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ക്ലോറോഫിൽ എന്നുള്ള ആ ഘടകമാണ് ഇതിനൊക്കെ സഹായിക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞു വീറ്റ് ഗ്രാസിനകത്ത് അയൺ, കാൽഷ്യം, മാഗ്നീഷ്യം ഒക്കെ ഉണ്ടെന്ന്. അതുപോലെ തന്നെ വീറ്റ് ഗ്രാസിനകത്ത് എൻസൈംസും പ്രസൻ്റ് ആണ്. അതുകൊണ്ട് അത് നമ്മുടെ ഡൈജഷൻ ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കും. അതുവഴി കോൺസ്റ്റിപ്പേഷൻ, അങ്ങനെയുള്ള അബ്ഡോമിനൽ ഡിസ്കംഫർട്ടൊക്കെ കുറയ്ക്കാനും ഇത് സഹായിക്കും. വീറ്റ് ഗ്രാസ് ജ്യൂസ് കുടിക്കുന്നത് മെറ്റബോളിസം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. അതുവഴി നമ്മുടെ വെയ്റ്റ് ലോസിന് അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ വീറ്റ് ഗ്രാസിൻ്റെ ഗുണങ്ങളൊക്കെ പറഞ്ഞു. ഇനി നമുക്ക് അധികം വൈകാതെ തന്നെ ഇതിൻ്റെ ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനു വേണ്ടി നമ്മളിവിടെ വളർത്തിയെടുത്ത ഈ തളിരിലകൾ നമുക്ക് ഒന്ന് മുറിച്ചെടുക്കണം. ഇതൊരു 10-12 ദിവസമായ തളിരുകളാണ്. അപ്പോൾ നമ്മളിത് മുറിച്ചെടുക്കുന്ന സമയത്ത് ഒരു 2 ഇഞ്ച് അടിഭാഗത്തുനിന്ന് വിട്ടിട്ടാണ് നമ്മളിത് മുറിക്കുന്നത്. കാരണം അടുത്ത തവണയും നമുക്ക് ഇതിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, വളർത്തിയെടുക്കാൻ നമുക്ക് പറ്റും. ഇതുപോലെ നമ്മളിത് മുറിച്ചെടുക്കാം. ഞാനിവിടെ 1 കപ്പ് ജ്യൂസിനുള്ള അളവാണ് പറയുന്നത്. നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച വീറ്റ് ഗ്രാസ് വേണം. അതുപോലെ ഞാനിവിടെ കുറച്ച് ഇളനീർ കൊത്തുകൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഇവിടെ ആവശ്യത്തിന് ഇളനീരാണ് എടുത്തിട്ടുള്ളത്. ഇളനീരിൻ്റെ വെള്ളം, അല്ലാന്നുണ്ടെങ്കിൽ തേങ്ങാ വെള്ളം നമുക്ക് ഉപയോഗിക്കാം. പിന്നെ വേണ്ടവർക്ക് തേൻ ചേർക്കാം, അതുപോലെ നാരങ്ങയും ചേർക്കാം. ഇനി ഇളനീരിൻ്റെ വെള്ളം അല്ലെങ്കിൽ തേങ്ങാ വെള്ളം കിട്ടാത്തവരാണെങ്കിൽ നമുക്ക് തിളപ്പിച്ചാറിയ വെള്ളത്തിലും ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് എടുക്കാം. കുട്ടികൾക്കൊക്കെ മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൽക്കണ്ടവും ചേർക്കാം. അപ്പോൾ നമുക്കിതൊന്ന് ജ്യൂസ് ആക്കിയിട്ട് വരാം. നോക്കൂ, അങ്ങനെ നമ്മുടെ വീറ്റ് ഗ്രാസ് ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിനകത്ത് ഇളനീർ കൊത്തുകൾ ചേർത്തത് കാരണമാണ് ഇതിനൊരു ലൈറ്റ് ഗ്രീൻ കളറ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന കളറ് ഡാർക്ക് ഗ്രീൻ ആയിരിക്കും. രണ്ടായാലും നല്ലത് തന്നെയാണ്. ഇത് ജ്യൂസ് അടിച്ചു കഴിഞ്ഞ് നന്നായിട്ട് തന്നെ പിഴിഞ്ഞെടുക്കണം. കാരണം ഇതിന് ആ പുല്ലിൻ്റെ ഒരു അംശങ്ങളൊക്കെ കാണും. അതുകൊണ്ട് നമ്മളിത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. ഇനി ഞാനിതൊന്ന് കുടിച്ച് നോക്കട്ടെ. ഒന്നും പറയാനില്ല, നല്ല ടേസ്റ്റാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വീട്ടിൽ കുട്ടികളൊക്കെ വാശി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ജ്യൂസാണ് ഈ വീറ്റ് ഗ്രാസ് ജ്യൂസ്. കൂടാതെ അവരുടെ വിശപ്പും മാറും, ദാഹവും മാറും. ഇത് വളർത്തുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, ഞാൻ പറയാം. ഇത് ഒരു ട്രേ എടുത്തിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് പറ്റുന്ന ഒരു പാത്രം എടുത്തിട്ട് അതിൽ ചണച്ചാക്കോ അല്ലെങ്കിൽ കോട്ടൻ്റെ തുണിയോ വെച്ചിട്ട് അതിലാണ് നമ്മുടെ സാധാരണ ഗോതമ്പ് ഇട്ട് കൊടുക്കുന്നത്. ഇതിനധികം വളപ്രയോഗമൊന്നും ആവശ്യമില്ല. ഒരു 10-12 ദിവസം ആവുമ്പോഴത്തേക്കും നമുക്കിത് മുറിച്ചെടുക്കാവുന്ന തരത്തിലായിരിക്കും. തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ച ഗോതമ്പിന് ഒരു ദിവസം കഴിയുമ്പോഴത്തേക്കും മുള വരാൻ തുടങ്ങും. അങ്ങനെയുള്ള ഗോതമ്പാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അതുപോലെ നമ്മൾ ഇതിന് ഇടയ്ക്കിടയ്ക്ക് വെള്ളം തളിച്ചു കൊടുക്കണം.
അങ്ങനെ ഒരു 10-12 ദിവസം കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു രൂപത്തിൽ കിട്ടും. അപ്പോൾ ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം വീഡിയോസ് എല്ലാം, അതുപോലെ ഷെയർ ചെയ്യണം. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അതുവരേക്കും